ഇന്ന് ഈ സൗഹൃദ മീറ്റിങ്ങിൽ ഇതിനൊരു അവസരം തന്നതിന് വളരെ സന്തോഷം. ശശിധരൻ നായർ സാറിനോട് തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ചിലരെങ്കിലും നേരത്തെ കേട്ടിട്ടുണ്ടാവും. പലവിധമായിട്ടുള്ള മീഡിയകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പത്രമായിട്ട് ഉള്ള ഒരു മീഡിയ ഉണ്ട്, അതിലൊരു ഭാഗമാണ് ഞാൻ. അതുപോലെ തന്നെ ഇവിടെ ടി വി മീഡിയാസ് നടക്കുന്നു. ടി വി മീഡിയയും പത്രമൊക്കെ നമുക്ക് ഓരോ സമയത്തും അറിയാവുന്നതാണ്. എന്നാൽ റേഡിയോ എന്ന് പറയുമ്പോൾ പലരും പറയും ഇതൊരു പഴഞ്ചൻ ഐഡിയ ആണ്, ഈ പഴഞ്ചൻ റേഡിയോ മീഡിയ ആയിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജയിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ റേഡിയോയിൽ കൂടി നമ്മളുടെ മലയാളി ജനങ്ങളെ മുഴുവൻ അറിയിക്കുവാനായിട്ടൊരു സാവകാശം ഇൻ്റർനെറ്റ് റേഡിയോ എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് radioheartbeats.com. നിങ്ങൾ മനോരമയൊക്കെ നോക്കും, www.manorama.com പോകുന്ന പോലെ www.radioheartbeats.com എന്നടിച്ചാൽ ഇത് ഒരു റേഡിയോ പ്രോഗ്രാം അവിടെ പൊങ്ങി വരികയാണ്. അതിൽ വളരെ നല്ലതായുള്ള പ്രോഗ്രാമാണ്. ഇന്നിപ്പോൾ 24 മണിക്കൂറും ആ പ്രോഗ്രാം നടക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത ഞായറാഴ്ച വൈകിട്ട് April 10th 6:30 നമ്മുടെ സ്റ്റാഫോർഡ് ബാങ്കറ്റ് ഹാളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇനോഗ്രേഷനായിട്ട് വെക്കുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇപ്പോഴും. എന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാം അടുത്ത ഞായറാഴ്ച മുതൽ പോകുന്നതാണ്. നിങ്ങളെല്ലാവരും അവിടെ കടന്നു വരണം. ഇന്ന് നിങ്ങളെല്ലാവരും അതിനായിട്ട് ക്ഷണിക്കുന്നു. മുമ്പോട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പത്രത്തിലും മറ്റ് രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ്. മീഡിയക്കാരെ സംബന്ധിച്ചോളം ഒരു പക്ഷം ചേരുന്നില്ല. നമ്മൾ പല മീഡിയയെക്കുറിച്ച് പല ഓർഗനൈസേഷനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്നാൽ എല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ എല്ലാം എടുത്ത് കാണിക്കാനായിട്ട് ഈ റേഡിയോയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിവിധമായിട്ടുള്ള അസോസിയേഷൻ ലീഡേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഒരു പക്ഷവും ചേരാതെ കാണിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.